പൂന്തോട്ടത്തിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കെയറിങ്ങിനെ കുറിച്ചാണ്. ഞാൻ മുബഷിറ ഫാറൂഖ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബിഗ് ലീഫ് ഫാമിലിയിൽപ്പെട്ട പിങ്ക് ഹൈഡ്രാഞ്ചിയാണിത്. ഈ ഒരു ഫ്ലവർ ഇതിൽ 3 മാസത്തോളം നിലനിൽക്കും. 3 മാസത്തിലധികം നിലനിൽക്കുന്നത് കാണാം. ഈ ഒരു കളറിന് ഇതിന് പല വേരിയേഷൻസ് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ബ്ലൂ കളറിലേക്കും വൈറ്റ് ഷെയ്ഡിലേക്കും ഒക്കെ ഇത് മാറുന്നത് നമുക്കിതിൽ തന്നെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ്. ഈ ഒരു സീസണിൽ പ്ലാന്റ് ചെയ്താൽ പെട്ടെന്ന് വേര് പിടിച്ച് പൂക്കളുണ്ടാവും. മറ്റു ടൈമുകളിലും വെക്കാം, പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രിംഗ് സീസണിലാണ്. ഈ പ്ലാന്റിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ രാവിലത്തെയും വൈകിട്ടത്തെയും വെയിൽ മാത്രം കിട്ടുന്ന ഒരു ഷെൽട്ടർഡ് പ്ലേസിലാണ് നമ്മളിത് വെക്കേണ്ടത്. ഒരു 3-4 മണിക്കൂറെങ്കിലും ഇതിന് വെയിൽ കിട്ടുകയും വേണം. ഡയറക്റ്റ് വെയിൽ ലഭിക്കുകയും ചെയ്യരുത്. പിന്നെ മറ്റു മരങ്ങളുടെ ചുവട്ടിലൊന്നും കൊണ്ടുപോയിട്ട് ഇതിനെ വെക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇതിന് മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ഡ്രൈനേജ് ഉള്ള മണ്ണ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മണ്ണും മണലും കമ്പോസ്റ്റും മിക്സ് ചെയ്ത മിക്സ് നമുക്ക് യൂസ് ചെയ്യാം. സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഹൈഡ്രാഞ്ചിയക്ക് മാർച്ച്, മെയ്, ജൂൺ മാസങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഫെർട്ടിലൈസർ നൽകാവുന്നതാണ്. ഈ ചെടിയുടെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം ചെറിയ മുകുളങ്ങളായിട്ട് പെട്ടെന്ന് കമ്പുകൾ പിടിക്കുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് ഇതിൽ പാകമായിട്ടുള്ളൊരു കമ്പ് മുറിച്ചെടുത്തിട്ട് അത് മണ്ണിൽ വെച്ച് വേര് പിടിപ്പിച്ചെടുക്കാം. അതല്ല എങ്കിൽ ഇതിൽ ഇങ്ങനെ നീണ്ടു പോയി നിൽക്കുന്ന പൂവൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും ആ തണ്ടിന് അത്യാവശ്യം നീളം വന്നിട്ടുണ്ടാവും. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ആ തണ്ടിനെ നമുക്ക് മണ്ണിലേക്ക് വളച്ചു കൊടുക്കാം. മണ്ണിൽ വളച്ചു കൊടുത്തിട്ട് അതിൻ്റെ അറ്റം മണ്ണിൽ ടച്ച് ചെയ്യുന്ന പാകത്തിൽ എന്തെങ്കിലും ഒരു കമ്പ് വെച്ച് മണ്ണിൽ ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ ആ ഒരു അറ്റം വേര് മണ്ണിലേക്ക് പിടിച്ചിട്ട് പുതിയൊരു പ്ലാന്റായിട്ട് മാറും. പിന്നീട് നമുക്കതിനെ വേര് പിടിച്ചതിന് ശേഷം മദർ പ്ലാന്റിൽ നിന്ന് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് മറ്റൊരു പ്ലാന്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. വേനൽക്കാലത്ത് നമ്മൾ ഇതിന് എന്നും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പൂവിന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റും. മഴക്കാലത്താണെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചാൽ മതി. ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഭാഗത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മഴ നന്നായിട്ട് ഇതിന് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലുപ്പത്തിൽ നിൽക്കുന്ന പൂവാണല്ലോ. അപ്പോൾ ഈ മഴത്തുള്ളികളെല്ലാം കൂടെ വെള്ളം അതിൽ സ്റ്റോറായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടിക്ക് അതിനെ താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ആ പൂക്കൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും. അപ്പോൾ മഴ ഡയറക്റ്റ് കൊള്ളാതിരിക്കുക. പിന്നെ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പൂക്കളിൽ വെള്ളം വല്ലാതെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ലീവ്സ് പെറ്റൽസ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൂവിൽ വല്ലാതെ വെള്ളം ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ കെയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വാങ്ങി വയ്ക്കുക. നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ നല്ല പ്ലാന്റ് വാങ്ങിക്കാൻ കിട്ടും. ഒരു 150 ആണ് നല്ല പൂ നിൽക്കുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത്. അതല്ല നമുക്ക് ചെറിയ കമ്പ് വെച്ച് കഴിഞ്ഞാലും ഇത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോസ് കാണുന്നവർ വ്യൂസ് ഒരുപാടുണ്ടാവും, പക്ഷേ അവർ ലൈക്ക് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ അതിലൂടെ അറിയിക്കണം. നിങ്ങൾ ലൈക്കിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്കിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. എങ്കിലും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയുക, കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.